അല്ല, വീട്ടില് നമ്മളൊരു നോർമൽ ഫാമിലിയാണ്. അപ്പൊ അവർക്കിപ്പോ നമ്മളെ ഒരു പുറത്ത് പോയിട്ട് ഒരു ഡിഗ്രിക്കൊക്കെ പുറത്ത് പോയിട്ട് പഠിക്കാന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് ഗവൺമെന്റ് കിട്ടൂല. കോൺഫിഡൻസ് ആണ്. അപ്പോ എങ്ങനെയാണ് വീട്ടില് ചെലവും കാര്യമൊക്കെ കഴിഞ്ഞു പോകുന്നത് നമുക്ക് നല്ലപോലെ അറിയാം. നമ്മളവിടെ തന്നെ നിൽക്കുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്ന് പിന്നെ ഇവിടുന്ന് ജോലിക്ക് പോയി. പിന്നെ അവിടുന്ന് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി പിന്നെ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. ഡിഗ്രിക്ക് പോയി. ഒരു 2 ദിവസം പണിക്ക് പോകും, 3 ദിവസം ക്ലാസ്സിൽ പോകും. അങ്ങനെ പോകും. ഫസ്റ്റ് ആയിട്ട് പോയൊരു ജോബ് എന്തായിരുന്നു? ഹോട്ടലിൽ പ്ലേറ്റ് കേൾക്കാൻ, പ്ലേറ്റും ക്ലാസ്സും കേൾക്കുക. അതാണ് മെയിൻ ആയിട്ട് പണി. 2 ദിവസം അതിന് പോകും, പിന്നെ 3 ദിവസം പഠിക്കാനും പോകും. എന്നിട്ട് എത്ര ആ സമയത്ത് ഫസ്റ്റ് കിട്ടിയ ഒരു സാലറി എന്ന് പറയുന്നത്? 250 രൂപ. ആ 250 രൂപ കിട്ടിയപ്പോ എന്താ തോന്നി? ലൈക്ക് അതുകൊണ്ട് എന്താ ചെയ്തേ ഫസ്റ്റ്? ആ പൈസ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട്, അതായത് ഒന്നും ചെയ്തിട്ടില്ല. ആ പൈസ അപ്പൊ തന്നെ കൂട്ടി വെച്ചൊരു 4700 രൂപക്ക് ഞാൻ ഒരു ഫോൺ മേടിച്ചു. ഫസ്റ്റ് ഫോണ്. ആ 250 രൂപ കൂട്ടി വെച്ചിട്ടല്ലേ ഒരു ഫോൺ മേടിച്ച്. ലെനോവോ വൈബ് MA40 കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഓർമ്മയ്ക്ക് ഫസ്റ്റ് സാലറിക്ക്. പിന്നെ ഞാനൊരു മൈക്കും മേടിച്ച്. ബോയ M1ന്റെ 1000 സംതിങ്ങിന്റെ ഒരു മൈക്ക് മേടിച്ച്. അത് മതി യൂട്യൂബിൽ വീഡിയോ ഇടാൻ. അങ്ങനെ ഒരു 150 രൂപന്റെ ഒരു ട്രൈപോഡും മേടിച്ച്. ട്രൈപോഡല്ല, ഒരു സെൽഫി സ്റ്റിക്ക്. ട്രൈപോഡ് അത്ര പൈസ കിട്ടൂല. അപ്പോൾ 150 രൂപ ഇത് സെൽഫി സ്റ്റിക്ക് കിട്ടിയിട്ടൊരു ചെയറിൽ കെട്ടി. അതിന്റെ ഒരു ഫോട്ടോ ഇൻസ്റ്റയിൽ ഇപ്പോഴും ഉണ്ട്. അത് ഫസ്റ്റ് നോക്കിയാൽ അറിയാം, ഇൻസ്റ്റയിൽ ഉണ്ട്. അത് കെട്ടി. ട്രൈപോഡ് വാങ്ങാൻ നല്ല പൈസ ആകും, അതുകൊണ്ട് അങ്ങനെ കെട്ടി. അപ്പൊ സിമ്പിൾ ആയിട്ട് വീഡിയോ എടുക്കാം. വീഡിയോ എടുത്ത് നമ്മളെന്നാ കണ്ട് ഒരു ട്രൈപോഡ് ഉണ്ടാക്കി. ഇപ്പോ പറയുമ്പോ ആ ഒരു ലെവലേ മാറിയില്ലേ? മീൻസ് പണ്ടത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഇങ്ങനെ മാറി വന്നാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെ, ഇപ്പൊ വൈറലാവുന്നു, എല്ലാവരും അറിയുന്നു. അതുപോലെ ഈ ഇത്രയും ലെവൽ എത്തുന്നുണ്ടെങ്കിൽ അത്രയും ഹാർഡ് വർക്കും അത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഒരു ലെവലിൽ ഇപ്പൊ ഇത്രയും മീൻസ് സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, ആൾക്കാർ തിരിച്ചറിയുന്നു. ഇപ്പൊ വീടിന്റെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ അല്ലെങ്കിൽ വയനാട്ടിലേക്കൊക്കെ ഇറങ്ങുമ്പോ ആൾക്കാർ എന്താ പറയാറ്? ആൾക്കാര് അഷ്കട്ടൊക്കെ അല്ലേ വീഡിയോസ് കാണാറുണ്ട് എന്ന് പറയും. പുറത്തിറങ്ങുമ്പോ മനസ്സിലാവും, മിക്ക സ്ഥലത്തുനിന്ന് മനസ്സിലാവാറുണ്ട്. എന്തായാലും അഷ്കട്ടാക്കിനെ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ, നമുക്ക് പെണ്ണിലിടാന്നൊക്കെ പറഞ്ഞിട്ട് റോസ്റ്റ് ചെയ്തിട്ട് മറന്നുപോയിട്ട കണ്ടതൊക്കെ. അപ്പൊ ഉണ്ടോ, ഒരു പെണ്ണുണ്ടോ ശരിക്കും? അങ്ങനെ ചോദിച്ചാലില്ല. അങ്ങനെ ചോദിച്ചാലില്ല. അത് പ്രശ്നാണ് പറഞ്ഞാല്. ഇല്ലല്ല, ഒരു പ്രശ്നവുമില്ല. ശരിക്കും പ്രശ്നമില്ലല്ലോ. ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഈ വീഡിയോസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ കണ്ടായിരുന്നു, അതേപോലെ ബ്രേക്കപ്പിന്റെ ഒരു ടൈമില്. അതെന്തായിരുന്നു ആക്ച്വലി സംഭവം?